വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് കൂർഗ് പോവാണ്. അപ്പോൾ ഒരു 10:30 ആയിരുന്നു. സാറ്റർഡേ ആണ്. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 9 o'clock സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഒരു 10:30 ആയപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ബൈക്ക് ശേഷം നമുക്ക് വഴിയെ കാണാം. അപ്പോൾ കമ്മ നമ്മൾ മാണ്ടി എത്താറായി. ഇനി ഒരു 150 കിലോമീറ്റേഴ്സിൽ നമ്മൾ കൂർഗെത്തും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറും കേട്ടോ. ഒരു 1:30 ആയി. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ ഗൂഗിളിൽ കണ്ടുപിടിച്ച റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഫുൾ മലയാളീസ്, ഫുൾ കേരളത്തിൽ നിന്നാണ്. സേട്ടൈസ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തതിന്റെ പകുതി ഫുഡ് വന്നു കേട്ടോ. ബിരിയാണി വന്നു, ജ്യൂസ് വന്നു, പിന്നെ നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ ഓർഡർ ചെയ്തു. കേരള റെസ്റ്റോറൻറ്റ് ആയതാണ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ വെട്ടം സിനിമയിൽ ദിലീപ് പോകുന്ന റൂട്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റേ ട്രെയിനിൽ കയറിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് മടിക്കേരി വഴി പോണ വഴിക്ക് ഏതോ ഒരു കേരളത്തിൽ ഏതോ ഒരു ഭാഗത്ത് ഇറങ്ങില്ലേ, അത് ഏതാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളും അതേ റൂട്ടാണ് പോകുന്നത്. അവർ കേരളത്തിൽ കാസർഗോഡോ കണ്ണൂരോ ആണ് ഇറങ്ങുന്നത്. കാരണം കൂർഗുമായിട്ട് ടച്ച് ചെയ്യുന്ന കേരളത്തിലെ ഭാഗങ്ങൾ കാസർഗോഡ്, കണ്ണൂർ, വയനാടാണ്. വയനാടാവാൻ ചാൻസ് ഒന്നുമില്ല. അപ്പം അറിയാവുന്നവരൊന്ന് പറയണേ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 5:30 ആവും അവിടെ എത്തുമ്പോഴത്തേക്കും. വൈഷു മാത്രം ഇറങ്ങി വരുന്നില്ല. വൈഷുവിന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഇനിയൊരു 2.5 മണിക്കൂർ 110 കിലോമീറ്ററിൽ നമ്മൾ കൂർഗിലെത്തും. ഇതുണ്ടോ, വൈഷ് ബാക്കിലേക്കൊക്കെ നോക്കിയത് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. കൂർഗിലെ കന്നഡ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മലയാളമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചേക്കണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. ഒരു 4:30 ആയി. ചെക്ക് ഇൻ ചെയ്തു. റൂമിലേക്ക് പോയിട്ടില്ല. അപ്പോൾ വൈഷു അവിടുത്തെ പ്ലേ ഗ്രൗണ്ട് കണ്ടപ്പോഴത്തേക്ക് അവിടെ പോയി കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ചുറ്റുമൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ റൂം. നമ്മുടെ റൂം നമ്പർ 104 ആണ്. അപ്പോൾ ഇതാണ് വില്ല. ഇവിടെ വില്ലയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും പേ ചെയ്ത് 10,000 ആണ് കേട്ടോ. പല റേറ്റിലുള്ള റൂംസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയത് കാരണം ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ ആയിരിക്കും. അഗോഡ വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് പേ ചെയ്യേണ്ടി വന്നത് 10,000 ആണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ. അപ്പോൾ അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി കേട്ടോ. 4:30 ആയുള്ളൂ. നമ്മൾ പെട്ടെന്ന് എത്തി. ഇതുണ്ടോ, ബാക്കിൽ കിഡ്സ് പ്ലേ ഏരിയ ആണ്. വൈഷു ഇത് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് പോയി കളി തുടങ്ങി കേട്ടോ. അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ്. വൈഷു ആദ്യമായിട്ടാട്ടോ ഇത്രയും പൊക്കമുള്ള സാധനത്തിനകത്തൊക്കെ തന്നെ കയറി കളിക്കുന്നതൊക്കെ. എനിക്ക് ഇച്ചിരി പേടിയായത് കാരണം ഞാൻ അധികം അങ്ങനെ വിടാറില്ല. വാട്ട് ഈസ് ദാറ്റ്? അവൻ അവിടെ നിന്നോട് എന്തോ പറയുവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. നമ്മൾ റൂമിനകത്തേക്ക് കയറി അടിപൊളി റൂമാണ്. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ 10,000 ആണ് പേ ചെയ്തത്. പ്രൈവറ്റ് വില്ലയാണ് നമ്മൾ എടുത്തത്. പക്ഷേ ആ 10,000 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറാണ്. അത് വെർത്താണ്. എങ്ങനെയാണ്
എനിക്ക് തന്നതല്ല, കാണിച്ചത്. അപ്പൊ വരും കാണിച്ചത്. കേറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സോഫയുടെ ഏരിയ ഉണ്ട് കേട്ടോ. ഒരു കോഫി ടേബിള്, സോഫയ്ക്കുള്ള ഏരിയ. ഇവിടെ നിന്നാണോ ഇതൊരു ചെയർ ടേബിള്, ഇതൊരു കിങ് സൈസ് ബെഡ്, പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഇതെന്താ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ വാർഡ്രോബ്. ഇത്രയും ശരിക്കും എല്ലാ റൂമിലും ഉണ്ടാവുന്നതാണ് കേട്ടോ. എല്ലാ റിസോർട്ട് റൂമിലും തന്നെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കാം. ഇവിടെ ഒരു എക്സ്ട്രാ ടേബിൾ ഉണ്ട് കേട്ടോ. പിന്നെ വാഷ്റൂമിൽ കൂടെ കാണിച്ചു തന്നിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ്. പിന്നെ എന്താ വെറൈറ്റി എന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ കേറി നമുക്ക് മുകളിൽ പോവാം. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ പോലെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ എന്നിട്ട് ഒരു ക്യൂൺ സൈസ് ബെഡ്. ക്യൂൺ സൈസ് ആണ്, ഒരു എന്താ പറയുക, ഡബിൾ ബെഡ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ താഴെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂം എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 5 പേർക്കൊക്കെ ഇവിടെ ഈസി ആയിട്ട് കഴിയാൻ പറ്റും. 5 പേർക്ക് ഈസി അല്ല, 5 പേർക്ക് കുറച്ച് ഇടുങ്ങിയൊക്കെ ആയിരിക്കും താമസിക്കണം. പക്ഷെ 3 പേർക്കൊക്കെ ലാവിഷായിട്ട് കഴിയും. ഹോളില് മച്ചിലൊക്കെ ഇങ്ങനെ കഴിയൊക്കെ ഒന്നല്ലേ. പിന്നെ ഇവിടെ ചെയറുണ്ട്, തുണി മാറ്റാനുള്ള സംഭവമുണ്ട്. മിക്ക റിസോർട്ടിലും പൂളൊക്കെ ഉള്ള റിസോർട്ടില് ഇതുപോലെ തുണി മാറ്റാനായിട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ നനയുമ്പോൾ. ഇവിടെ അല്ല. അപ്പൊ അത്രയാണ് ഈ പ്രൈവറ്റ് വില്ലേജുള്ളത്. നമ്മൾ ഉള്ളത് ഈ റിസോർട്ടിന്റെ പേര് എന്താണ്, വുഡ്കോക്ക് റിസോർട്ട് എന്നാണ് കേട്ടോ. പണ്ടത്തെ തമിഴ് സിനിമയിലെ വില്ലന്മാരൊക്കെ കളിക്കുന്ന ടൈപ്പ് ചെസ്സില്ലേ, ആ ചെസ്സാണ്. ഇതിങ്ങനെ എടുത്ത് പൊക്കി ഇങ്ങനെ വെച്ച് കളിക്കാണ്. എന്നിട്ട് ഇങ്ങനെ നടന്ന് കളിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാല്ലേ. അങ്ങനെ നടന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിട്ടോ. യെസ്, അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നേരത്തെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ്. ഇവിടെ വയസ്സ് കുറച്ചു നേരം കളിച്ചായിരുന്നു നമ്മൾ വന്നപ്പോൾ. ഇപ്പോൾ വീണ്ടും ഇത് കണ്ടിട്ട് ഇവിടെ ഇറങ്ങി കളിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇത് 8 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി ഇരിക്കണതാ. ആണോ? ആ ഡ്രസ്സൊക്കെ ചീത്തയാവും മേശു. ഏരിയയുടെ തൊട്ട് ഇപ്പുറത്തെ ഒരു ഗാർഡൻ പോലെ ഉണ്ട് കേട്ടോ. വൈഷു ഇത് കണ്ടപ്പോ തന്നെ കൊക്കക്കോള വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കണേ. അപ്പൊ നമ്മളിതേ ഫുഡൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ട്രിപ്പുണ്ട്. 2-3 പ്ലേറ്റിൽ 4-5 ഐറ്റംസ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അവിടെ അതല്ലാതെ കുറെ ഐറ്റംസ് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും കഴിഞ്ഞിട്ട് വേറെ ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഡെസേർട്സ് ആയാലും 4-5 ടൈപ്പ് ഡെസേർട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ബാക്കിൽ കണ്ട നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ച 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്ക് വന്നിട്ടുണ്ടാവും. ഒരു 9 മണി 9:30 ആയി. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടാവും. ഒരാൾ ഭയങ്കര തിരക്കിലാട്ടോ. അപ്പൊ കൊക്കക്കോളയില് വെള്ളം മിക്സ് ചെയ്ത് അതിനകത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുടിച്ചോണ്ടിരിക്കണം. പിന്നെ സൈഡിൽ ഫിഷ് ഐസ്ക്രീം. അപ്പൊ എന്റെ പ്ലേറ്റിൽ എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ഉണ്ട്, കുറച്ച് പപ്പടം ഉണ്ട്, ഇതിനകത്ത് കുറച്ച് കേർഡ് റൈസ് ഉണ്ടായിരുന്നു, ഞാൻ വൈഷ്ണവിന് കൊടുത്തു. പിന്നെ റൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ എന്താ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ പനീറുണ്ട്, പാലക് പനീറുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യൻസ് അധികമായിട്ട് തന്നെ അതുകൊണ്ടാണ് പാലക് പനീറൊക്കെ വെച്ചത്. പിന്നെ ഇത് രണ്ട് ബൗൾ നിറച്ചും പായസം ഉണ്ട്, 2 ബൗൾ ഐസ്ക്രീം ഉണ്ട്, പിന്നെ നാനുണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, പിന്നെ റൈസ് അതുപോലത്തെ സാലഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് കൂടാതെ തന്നെ വേറെ കുറെ ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാമേ. വൈഷു കോക്കോനെ കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. എന്റെ ചെരുപ്പൊക്കെ ഒന്ന് ചോദിച്ചു കോക്കോനെ തല്ലിക്കൊല്ലാൻ. ഇത് കണ്ടോ, ഇവിടുന്ന് പ്ലേറ്റ് എടുത്ത് ഇവിടെ സ്റ്റാർട്ടിങ് സാലഡാ. ഇതൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. കേർഡ് റൈസ്, റൈത്ത, എന്തോ ഇത് പൊട്ടറ്റോ ലീക്ക് സൂപ്പ്, അനാർ ചുക്കന്ദർ की टिक्की. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. വെജിറ്റബിൾ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ആൻഡ് pork garlic sauce. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തി. ഇപ്പൊ ഒരു 10:30 ആയി. അപ്പൊ നമുക്ക് ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. 5.5 മണിക്കൂർ ട്രാവൽ ചെയ്തു, ബാംഗ്ലൂരിൽ നിന്ന് മെഡിക്കേരി എത്തി. ഇവിടെ കുറച്ച് നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല റിസോർട്ടാട്ടോ. കപ്പിളായിട്ട് വരുന്നവർക്കാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിലും നല്ല ആംബിയൻസ് ആണ്, നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്, പിന്നെ അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി റൂംസ് ആണ്. അപ്പോൾ എല്ലാം നല്ലതാട്ടോ ഇവിടെ. പിന്നെ നാളെ നമ്മളിനി കൂർഗ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവും. അപ്പോൾ അതടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. വൈഷു ബൈ പറ. ബൈ. ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയണത്. അപ്പൊ ഓക്കെ ബൈ.